ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് മകരം 1. ഉത്തരായന കാലം ആരംഭിച്ചു കഴിഞ്ഞു. സൂര്യൻ ഭൂമധ്യരേഖയുടെ വടക്കുഭാഗത്തായി വരുന്ന കാലമാണ് ഉത്തരായന കാലം. പകലിന് ദൈർഘ്യം കൂടുതലുള്ള കാലമാണിത്. പുരാണ കഥകളിൽ ഈ കാലത്തിന്റെ പ്രാധാന്യമുളവാക്കുന്ന അനേകം മുഹൂർത്തങ്ങളുണ്ട്. ഭഗീരഥൻ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന കാലം, വിഷ്ണു കൂർമ്മ അവതാരം കൈക്കൊണ്ട കാലം, ഭീഷ്മ പിതാമഹൻ മരണത്തിനായി തിരഞ്ഞെടുത്ത കാലം എന്നിങ്ങനെ ഉത്തരായന കാലത്തിന് ഏറെ പ്രാധാന്യങ്ങളുണ്ട്. നമ്മുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസമാണ്. മകരം വരെയുള്ള 6 മാസം ദക്ഷിണായന കാലമാണ്. ഇത് ദേവന്മാരുടെ ഒരു രാത്രി. മകരം മുതലുള്ള 6 മാസം ഉത്തരായന കാലമാണ്. ഇത് ദേവന്മാരുടെ ഒരു പകൽ. അതായത് പൂജ, ഭജനം, ആരാധന എന്നിവയ്ക്ക് ഏറ്റവും ഉത്തമമായ കാലമാണ് ഉത്തരായന കാലം. നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ സന്ധ്യാനാമം. ഇന്നലെ ഞാൻ കണ്ട കാർവർണ്ണനല്ലിന്നു എന്തൊരു മാറ്റം അവനോ സഖി. ഇന്നലെ ഞാൻ കണ്ട കാർവർണ്ണനല്ലിന്നു എന്തൊരു മാറ്റം അവനോ സഖി. ഇന്നലെ ഞാൻ കണ്ട കാർവർണ്ണനല്ലിന്നു എന്തൊരു മാറ്റം അവനോ സഖി. കാമിനി രുക്മിണി തൻ കാൽച്ചിലും പൊലി കേട്ടാൽ വേണുഗാനമോദി ഓടിവരും. കാമിനി രുക്മിണി തൻ കാൽച്ചിലും പൊലി കേട്ടാൽ വേണുഗാനമോദി ഓടിവരും. വേണുഗാനമോദി ഓടിവരും. ഇന്നലെ ഞാൻ കണ്ട കാർവർണ്ണനല്ലിന്നു എന്തൊരു മാറ്റം അവനോ സഖി. പുഞ്ചിരിപ്പാൽ തൂകും കാർവർണ്ണനല്ലോ ചുഞ്ചുമിഴിയോലും ദേവനല്ലോ. പുഞ്ചിരിപ്പാൽ തൂകും കാർവർണ്ണനല്ലോ ചുഞ്ചുമിഴിയോലും ദേവനല്ലോ. ഗോപികർക്കവൻ ഗോപനല്ലോ ഗോവർദ്ധനോദ്ധാര ഗോവിന്ദനല്ലോ. ഗോപികർക്കവൻ ഗോപനല്ലോ ഗോവർദ്ധനോദ്ധാര ഗോവിന്ദനല്ലോ. ഗോവർദ്ധനോദ്ധാര ഗോവിന്ദനല്ലോ. ഇന്നലെ ഞാൻ കണ്ട കാർവർണ്ണനല്ലിന്നു എന്തൊരു മാറ്റം അവനു സഖി. ദ്വാരക തന്നിലെന്നെ ഏകാകിയാക്കി എങ്ങോ മറഞ്ഞവൻ കളിയാക്കി. ദ്വാരക തന്നിലെന്നെ ഏകാകിയാക്കി എങ്ങോ മറഞ്ഞവൻ കളിയാക്കി. പാതിര കഴിയിട്ടും വന്നില്ലവൻ മതി മറഞ്ഞിട്ടും കണ്ടില്ല. പാതിര കഴിയിട്ടും
പനിമതി മറഞ്ഞിട്ടും കണ്ടില്ല, പനിമതി മറഞ്ഞിട്ടും കണ്ടില്ല. ഇന്നലെ ഞാൻ കണ്ട കാർവർണ്ണനല്ലെന്നോ എന്തൊരു മാറ്റം അവനു സഖി. കാമിനി രുക്മിണി തൻ കാൽച്ചിലം പൊലി കേട്ടാൽ വേണുഗാനമോദി ഓടിവരും, വേണുഗാനമോദി ഓടിവരും. ഇന്നലെ ഞാൻ കണ്ട കാർവർണ്ണനല്ലെന്നോ എന്തൊരു മാറ്റം അവനു സഖി. തമിഴ് കലണ്ടർ പ്രകാരമുള്ള ഒരു മാസമാണ് തൈമാസം. ഇത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. അതായത് മലയാളികളുടെ മകരമാസമാണ് തമിഴിൽ തൈമാസമായി വരിക. ഇക്കാലത്താണ് തമിഴ്നാട്ടുകാരുടെ ഒരു വിളവെടുപ്പ് ഉത്സവമായ പൊങ്കൽ. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത്. മാർഗഴി മാസത്തിന്റെ അവസാന നാളിൽ തുടങ്ങി തൈമാസം 3-ാം തീയതി ഇത് അവസാനിക്കുന്നു. അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാ സജ്ജനങ്ങൾക്കും കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തൈപ്പൊങ്കൽ ആശംസകൾ. തൈ പിറന്താൽ വഴി പിറക്കും എന്നാണ് തമിഴിൽ പറയുക. നമുക്ക് മലയാളമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ നിരവധിയായിട്ടുള്ള സാമ്യതകൾ തമിഴ് കലണ്ടറിലും കാണാൻ സാധിക്കും. എങ്ങനെയാണോ നമുക്ക് കർക്കിടക മാസം പഞ്ഞമാസമാവുന്നത്, അതുപോലെയാണ് തമിഴ് കലണ്ടറിൽ മാർഗഴിയിൽ ഒരു ശുഭകാര്യങ്ങളും ചെയ്യാറില്ല. അങ്ങനെ കർക്കിടകത്തിൻ്റെ അവസാനം നമ്മളെങ്ങനെയാണോ നമ്മുടെ വീടുകളൊക്കെ അടിച്ച് വൃത്തിയാക്കി ആ ശിവോതി, ആ ഭഗവതിയെ എഴുന്നള്ളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതുപോലെ നമ്മളും ഈ പറയുന്ന തമിഴ് സമ്പ്രദായത്തിലും അതിൻ്റെ പല അനുവർത്തനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒന്നാണ് ഈ ഇംഗ്ലീഷ് കലണ്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ജനുവരി 13 മുതൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പൊങ്കൽ ഉത്സവങ്ങൾ. അതിൽ 1-ാമത്തെ ദിവസം കാപ്പുകെട്ടാണ്, 2-ാമത്തെ ദിവസം തൈപ്പൊങ്കലാണ്, 3-ാമത്തെ ദിവസം മാട്ടുപൊങ്കലാണ്, 4-ാമത്തെ ദിവസം കാണും പൊങ്കൽ അല്ലെങ്കിൽ പൂപ്പൊങ്കൽ. ഇങ്ങനെ 2 രീതിയിലും പറയാറുണ്ട്. അപ്പം ഇന്നാണ് തൈപ്പൊങ്കൽ. എന്താണ് ഈ പൊങ്കൽ അല്ലെങ്കിൽ ഈ തമിഴ് കലണ്ടർ അനുസരിച്ച് ഈ ആഘോഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ എല്ലാ ആരാധനയും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. പൊങ്കൽ ഒരു തരത്തിലൊരു വിളവെടുപ്പ് ഉത്സവമാണ്. പഞ്ഞകാലം കഴിഞ്ഞ് നല്ല ക്ഷേമത്തിൻ്റെ കാലം ഇതാ നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് പൊങ്കൽ. അതുകൊണ്ട് തൈ പിറന്താൽ വഴി പിറക്കും എന്ന് പറയുന്ന ചൊല്ലിനെ അന്വർത്ഥാക്കിക്കൊണ്ട് തൈപ്പൊങ്കലിൻ്റെ തലേ ദിവസമാണ് കാപ്പുകെട്ട് അല്ലെങ്കിൽ ഭോഗി എന്ന് പറയുന്നൊരു ചടങ്ങ് നടക്കാറുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാണകവരളിയും അതുപോലെ തന്നെ വൃക്ഷങ്ങളുടെ വിറകും കൂട്ടിയിട്ടുകൊണ്ട് കത്തിക്കും. ആ കത്തിച്ച ആ തീയിലേക്ക് വീട്ടിലുള്ള പൊട്ടിയ ഉപകരണങ്ങൾ, ചട്ടികൾ അല്ലെങ്കിൽ കണ്ണാടികൾ, വസ്ത്രങ്ങൾ കീറിയത്, അങ്ങനെ എന്തൊക്കെയാണോ ചീത്തയായിട്ടുള്ളത് അതൊക്കെ കൊണ്ടുവന്ന് ഈ തീയിലിട്ട് കത്തിക്കുകയാണ് ചെയ്യുക. അതായത് നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ നെഗറ്റീവായിട്ടുള്ള ദോഷകരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ അഗ്നിക്ക് സമർപ്പിക്കണു എന്നാണ് ഉദ്ദേശം. അങ്ങനെ ഭോഗി, അതാണ് ആ കത്തിക്കുന്നത്. അതിനുശേഷമാണ് കാപ്പ് കെട്ട് നടത്തുന്നത്. എല്ലാ വൃത്തികെട്ട കാര്യങ്ങളും വീട്ടിൽ നിന്ന് മാറ്റിയതിനു ശേഷം ഇനി വീടിനെ അടിച്ച് തെളിച്ച് വൃത്തിയാക്കി അതിൽ ചാണകമൊക്കെ തെളിച്ച് വൃത്തിയാക്കിയതിന് ശേഷം വീടിന് ചുറ്റും കുരുത്തോലയും എല്ലാ തരത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്ത്, ഒപ്പം തന്നെ തൊഴുത്തിനും വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത്രയും പ്രാധാന്യം കന്നുകാലികൾക്കും കൊടുക്കുന്നതുകൊണ്ട് അവർക്കും അതിലുള്ള ആ അലങ്കാരങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അന്നേ ദിവസത്തെ കാപ്പുകെട്ട് ചടങ്ങ് പൂർത്തിയാക്കുന്നു. പിറ്റേ ദിവസമാണ് തൈപ്പൊങ്കൽ. ഇവിടെയാണ് നമ്മൾ സൂര്യദേവനെയും പ്രകൃതിയെയും ആരാധിക്കാനായിട്ട് ആ തവണ കൃഷി ചെയ്ത് കിട്ടിയ അരി, പുതിയ അരി, ആ അരിയും ശർക്കര ഉപയോഗിച്ചുകൊണ്ട് മൺപാത്രത്തിൽ പൊങ്കൽ നീതിക്കുന്നത്. കരിമ്പിൻ്റെ തണ്ടുകൾ കൊണ്ടുള്ള ഒരു കവാടമൊക്കെ ഉണ്ടാക്കി മനോഹരമായിട്ട് അലങ്കരിച്ച് ചാണകം തെളിച്ച് മുറ്റത്ത് കോലം വരച്ച് അടുപ്പ് കൂട്ടി അവിടെയാണ് പൊങ്കൽ നീതിക്കുന്നത്. ആ പൊങ്കൽ ഉപയോഗിച്ച മൺപാത്രങ്ങൾ തിരിച്ചു കൊണ്ടുവരാറില്ല എന്ന് പറയാം. അത് പ്രകൃതിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ വിളവൊക്കെ നന്നായതിന് സൂര്യദേവനോടും പ്രകൃതിയോടും
കാർഷിക ദേവതകളോടും നമ്മൾ നന്ദി പറയുന്നതിൻ്റെ ഒരു ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഈ തൈപ്പൊങ്കൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, എത്രയൊക്കെ ഭക്ഷണശീലം മാറി നമ്മുടെ എന്ന് പറഞ്ഞാലും പ്രകൃതിയിൽ നിന്നല്ലാതെ നമുക്ക് ഇന്നും ഭക്ഷണം കൃത്രിമമായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യയും ഇന്നും നിലവിലില്ല. കൃഷിക്കും കാർഷിക പാരമ്പര്യത്തിനും ഇന്നും ഏറ്റവും ഔന്നത്യത്തിലുള്ള സ്ഥാനം തന്നെയാണുള്ളത്. നമ്മൾ കാണാത്ത അറിയാത്ത ലക്ഷക്കണക്കിന് കർഷകർ അവരുടെ ചോര വിയർപ്പാക്കി ഉണ്ടാക്കിയെടുക്കുന്ന ധാന്യങ്ങളാണ് മറ്റ് ഭക്ഷ്യവിഭവങ്ങളാക്കി നമ്മുടെ തീന്മേശകളിൽ നമുക്ക് മുമ്പിലെത്തുന്നത്. അപ്പം ആ കർഷകർക്കുള്ള ഒരു ആദരവായിട്ട്, ആ കർഷകർ മണ്ണിൽ പണിയെടുത്ത് നമുക്ക് തരുന്ന ആ ധാന്യത്തോടുള്ള ഒരു ബഹുമാനമായിട്ട് ഈ തൈപ്പൊങ്കൽ ദിവസം നമുക്കും അവർക്ക് വേണ്ടി എന്ത് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക. കർഷകർ അല്ലെങ്കിൽ കൃഷി എന്നൊക്കെ പറയുന്നത് എന്തോ മോശം കാര്യമാണ്, മോശം പ്രൊഫഷനാണ് എന്നൊക്കെ കരുതുന്ന ചിന്തയുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇന്നും ഉണ്ട്. അവരുള്ളത് കൊണ്ടാണ് 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവുന്നത് എന്ന് ഓർക്കാൻ കൂടി ഈ തൈപ്പൊങ്കൽ ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ കൃഷിയിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് കൃഷിയാണോ ചെയ്യുന്നത് ഇത്രയും പഠിച്ച് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം വേണം. ഇങ്ങനെ ചില ആളുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെയൊക്കെ തന്നെ തീന്മേശകളിൽ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ നമുക്ക് ലഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ തൈപ്പൊങ്കൽ ദിവസം നല്ല വിളവ് നമുക്ക് തന്ന സൂര്യദേവനെയും ആ നല്ല വിളവിന് കാരണമായിട്ടുള്ള പ്രകൃതിയെയും നമസ്കരിക്കുന്നതിനോടൊപ്പം നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മൾ കാണാത്ത നമ്മളറിയാത്ത ലക്ഷക്കണക്കിന് കർഷകരെ കൂടി ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ദിവസം മാട്ടുപൊങ്കലാണ്. അതിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. ഒരിക്കൽ കൂടി ഈ തമിഴ് ഉത്സവം എന്ന് മാത്രമാക്കി അതിനെ ഒരു വിഭാഗീയതയൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലും എത്രയോ ആളുകൾ പൊങ്കൽ ആഘോഷിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ആഘോഷങ്ങളും നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാം അഭിവൃദ്ധിയുടെ ഉത്സവങ്ങളാണ്. നമുക്ക് എങ്ങനെയാണോ ഓണം, അതുപോലെ തന്നെയാണ് പൊങ്കൽ എന്ന് മനസ്സിലാക്കി എല്ലാവർക്കും ഒരുമിച്ച് ഈ വർഷത്തെ പൊങ്കൽ ആഘോഷിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തൈപ്പൊങ്കൽ ആശംസകൾ നേരുന്നു. നമസ്തേ. എങ്ങനെയുള്ള പുഷ്പങ്ങളാണ് ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ പാടില്ലാത്തത്? ജീർണിച്ചത്, നിലത്ത് വീണത്, ഇതൾ നഷ്ടപ്പെട്ടത്, ഒരിക്കൽ ഉപയോഗിച്ചത് എന്നിങ്ങനെയുള്ള പുഷ്പങ്ങൾ ദേവന് മുൻപിൽ വെക്കരുത്. വാസനയില്ലാത്ത പുഷ്പങ്ങളും പരമാവധി ഒഴിവാക്കുക. ചില ക്ഷേത്രങ്ങളിൽ ചില പ്രത്യേക പുഷ്പങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, അതും ശ്രദ്ധിക്കുക. പുഷ്പങ്ങൾ വാങ്ങി സമർപ്പിക്കുമ്പോൾ ജലം തളിച്ച് ശുദ്ധി വരുത്തുന്നത് നല്ലതായിരിക്കും. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. ഇത് ആദിത്യപുരം സൂര്യക്ഷേത്രം. സൂര്യദേവനെ പ്രതിഷ്ഠിച്ച കേരളത്തിലെ അപൂർവവും ഏകവുമായ ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം. കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിലെ കടുത്തുരുത്തി പഞ്ചായത്തിലാണ് ഈ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സൂര്യദേവനെ പ്രതിഷ്ഠിച്ച മറ്റു ക്ഷേത്രങ്ങളൊന്നും കേരളത്തിലില്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഏറെ അപൂർവമാണ് സൂര്യക്ഷേത്രങ്ങൾ. ലോകങ്ങൾക്ക് പ്രകാശം നൽകുന്ന ദേവനാണ് സൂര്യൻ. അതിവിസ്തൃതമായ ഒരു രഥത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നുവെന്നാണ് വിശ്വാസം. സൂര്യൻ സഞ്ചരിക്കുന്ന ഈ രഥത്തിന്റെ വിസ്തൃതി 9,000 യോജന നീളമുള്ളതാണ്. സൂര്യനിൽ അധിഷ്ഠാനം ചെയ്തിരിക്കുന്നത് വൈഷ്ണവ ശക്തിയാണ്. സൂര്യൻ ഒരു മുഹൂർത്തത്തിൽ ഭൂമിയുടെ 1/30 ഭാഗം വീതം അതിക്രമിച്ചുകൊണ്ട് പകലും രാത്രിയും ഉണ്ടാക്കുന്നു. ഉത്തരായണത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ മകരരാശിയിലേക്ക് കടക്കുന്നു. അതിനുശേഷം കുംഭത്തിലേക്കും പിന്നെ മീനത്തിലേക്കും കടക്കുകയാണ്.
ഈ വിധം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഈ 3 രാശിയും ഭുജിച്ചതിന് ശേഷം സൂര്യൻ പകലും രാത്രിയും സമമാക്കിക്കൊണ്ട് വിഷുവത്തിലേക്ക് കടക്കുന്നു. ഉത്തരായണത്തിന്റെ അവസാനത്തിൽ സൂര്യൻ കർക്കടക രാശിയിൽ പ്രവേശിച്ച് ദക്ഷിണായനം തുടങ്ങുകയും ചെയ്യുന്നു. പണ്ടുകാലം മുതലേ ഭാരതത്തിൽ സൂര്യ ആരാധന നിലനിന്നിരുന്നു. ഋഗ്വേദത്തിൽ 10 സൂക്തങ്ങൾ സൂര്യനെ സംബോധന ചെയ്യുന്നവയാണ്. ലോകമെങ്ങും കാണുന്ന ചാരൻ, ലോകസ്രഷ്ടാവും രക്ഷിതാവും എന്നാണ് സൂര്യനെക്കുറിച്ച് ഋഗ്വേദ പരാമർശം. പൗരാണിക ഭാരതീയരുടെ പ്രാർത്ഥനയുടെ തുടക്കം തന്നെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കണേ എന്നാണ്. ഇറാനിൽ നിന്നും ശകദീപ ബ്രാഹ്മണരെന്ന മാഘബ്രാഹ്മണരെ ശ്രീകൃഷ്ണന്റെ പുത്രൻ ശംഭൻ സൂര്യ ആരാധനയ്ക്കു വേണ്ടി ഭാരതത്തിൽ കൊണ്ടുവന്നു എന്ന് പുരാവൃത്തം പറയുന്നു. ഏറെ പൗരാണികത കണക്കാക്കുന്ന ആദിത്യപുരം സൂര്യക്ഷേത്രത്തിന്റെ പഴക്കം തിട്ടപ്പെടുത്തിയിട്ടില്ല. ആദിത്യപുരം സൂര്യക്ഷേത്രത്തിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ബ്രാഹ്മണ ഇല്ലമാണ് മരങ്ങാട്ടുമന. കബിക്കാട് എന്ന പ്രദേശത്താണ് മരങ്ങാട്ടുമന സ്ഥിതി ചെയ്യുന്നത്. ഈ ബ്രാഹ്മണ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം. മരങ്ങാട്ടുമനയിലെ പഴയ തലമുറയിൽപ്പെട്ട ഭക്തനായ ഒരു ബ്രാഹ്മണൻ സൂര്യനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് വരമായി ലഭിച്ചതാണത്രേ ഇവിടുത്തെ ബിംബം. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ആദിത്യപുരം ക്ഷേത്രത്തിലെ സൂര്യബിംബം. ബിംബം നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകതരം ശിലയിലാണ്. എണ്ണ അഭിഷേകം കഴിഞ്ഞാൽ വെറും ജലാഭിഷേകം കൊണ്ടു മാത്രം വിഗ്രഹത്തിലെ എണ്ണമയം ഇല്ലാതാകുന്നു. മരങ്ങാട്ടുമനയിലെ അംഗങ്ങൾ തന്നെയാണ് ഇവിടെ പൂജാരിമാർ. പരമ്പരയായി ഈ അവകാശം കൈമാറി വരുന്നു. ഇന്ത്യയിൽ സൂര്യ ആരാധന ആദ്യം തുടങ്ങിയത് കാശ്മീരിലാണെന്നാണ് നിഗമനം. അവിടെ നിന്നും പഞ്ചാബിലും ഗുജറാത്തിലും സൂര്യ ആരാധന പടർന്നു. കാശ്മീരിലെ ശ്രീനഗറിൽ നിന്നും 65 കിലോമീറ്റർ അകലെയുള്ള മാർത്താണ്ഡയിൽ ചക്രവർത്തിയായ ലളിതാദിത്യൻ സൂര്യക്ഷേത്രം സ്ഥാപിച്ചു എന്ന് കൽഹാനന്റെ രാജതരംഗിണിയിൽ വിവരിക്കുന്നു. മറ്റു മതക്കാരുടെ തള്ളിക്കയറ്റമുണ്ടായപ്പോൾ ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു എന്ന് കണക്കാക്കുന്നു. മാഘബ്രാഹ്മണർ സ്ഥാപിച്ച മറ്റൊരു പ്രധാന സൂര്യക്ഷേത്രം ഇപ്പോൾ പാകിസ്ഥാനിലുള്ള മുൾട്ടാനിലായിരുന്നു. ഈ ക്ഷേത്രം തകർത്തത് ഔറംഗസീബാണെന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൂര്യക്ഷേത്രങ്ങളിൽ ഒന്ന് ഗുജറാത്തിലെ പ്രഭാസിൽ നിന്നും 55 കിലോമീറ്റർ അകലെയുള്ള മധേരയിലായിരുന്നു. ഇത് സ്ഥാപിച്ചതും മാഘബ്രാഹ്മണരായിരുന്നു. തെക്കേ ഇന്ത്യയിലെ പ്രധാന സൂര്യക്ഷേത്രം ഒറീസയിലെ കൊണാർക്കാണ്. പുരിയിൽ നിന്നും 30 കിലോമീറ്റർ അകലെയാണ് കൊണാർക്ക് സ്ഥിതി ചെയ്യുന്നത്. AD 1238 1264 മധ്യേ രാജ്യം ഭരിച്ച നരസിംഹദേവൻ നിർമ്മിച്ചതാണ് സൂര്യരഥം അഥവാ മകരധ്വജത്തിന്റെ ആകൃതിയിലുള്ള ഈ ക്ഷേത്രം. സൂര്യരഥത്തിന്റെ മാതൃകയിലുള്ള ഈ ക്ഷേത്രത്തിലെ രഥത്തിന് 24 ചക്രങ്ങളുണ്ട്. 7 കുതിരകൾ വലിക്കുന്നു. 7 കുതിരകൾ ആഴ്ചയിലെ 7 ദിവസങ്ങളെയും 24 ചക്രങ്ങൾ ഹിന്ദു കലണ്ടർ അനുസരിച്ചുള്ള 24 പക്ഷങ്ങളായ 12 വെളുത്ത പക്ഷവും 12 കറുത്ത പക്ഷവും സൂചിപ്പിക്കുന്നു. 1200 ശില്പികൾ 16 വർഷം പണിതിട്ടും ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായില്ലത്രേ. ക്ഷേത്രത്തിൽ സൂര്യോദയ സമയത്ത് സൂര്യരശ്മി പതിഞ്ഞിരുന്ന യഥാർത്ഥ വിഗ്രഹം പോർച്ചുഗീസുകാർ നശിപ്പിച്ചു എന്നാണ് പുരാവൃത്തം. തപസ്സനുഷ്ഠിക്കുന്ന രൂപത്തിൽ പടിഞ്ഞാട്ട് ദർശനമായാണ് ആദിത്യപുരത്ത് സൂര്യദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തപസ്സനുഷ്ഠിക്കുന്ന രൂപത്തിൽ ആദിത്യപ്രതിഷ്ഠ നടക്കുവാനും ഒരു കഥ പറയുന്നു. ആദിയിൽ പ്രപഞ്ച സൃഷ്ടി നടന്നപ്പോൾ മറ്റു ദേവീദേവന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ആദിത്യനു മാത്രം എല്ലാവർക്കും കാണാവുന്ന പ്രത്യക്ഷ രൂപം ലഭിച്ചു. എന്നാൽ ശക്തി മറ്റു ദേവീദേവന്മാർക്കുള്ളത് തന്നെയായിരുന്നു. ഇതിൽ അസംതൃപ്തനായ ആദിത്യൻ മഹാമായയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. ഒരു ദിവസത്തിൽ 6 നാഴിക പുലരുന്നതുവരെ മറ്റു ദേവീദേവന്മാർക്കുള്ള ശക്തി കൂടി ആദിത്യന് ഉണ്ടാവുമെന്ന് ദേവി അനുഗ്രഹിച്ചു. ഈ വിധം
മഹാമായയെ തപസ് ചെയ്യുന്ന വിധത്തിലാണത്രേ ആദിത്യപുരത്തെ പ്രതിഷ്ഠ. സൂര്യക്ഷേത്രങ്ങളിൽ സൗരസ സമ്പ്രദായത്തിലാണ് പൂജ നടത്തേണ്ടത് എന്നാണ് പ്രമാണം. സൗരസ സമ്പ്രദായത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ പൂജ നടത്തുന്ന ഒരേയൊരു ക്ഷേത്രം ആന്ധ്രയിലാണുള്ളത്. ആന്ധ്രയിലെ ശ്രീകാകുളത്തിനടുത്തുള്ള ആർസവില്ലി സൂര്യക്ഷേത്രമാണ് ഇത്. ഇന്ത്യയിലെ അപൂർവമായ തീർത്ഥാടന കേന്ദ്രമാണിത്. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റൊരു സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തഞ്ചാവൂരിലാണ്. കുലോത്തുംഗ ചോളന്റെ കാലത്ത് AD 1238 1264 നിർമ്മിച്ചതാണ് ഈ സൂര്യനാരായണ കോവിൽ. ഭാരതത്തിലെ പല രാജവംശങ്ങളും സൂര്യവംശജരായിരുന്നു. അയോധ്യ സൂര്യവംശ രാജാക്കന്മാരുടെ രാജധാനിയായിരുന്നു. ജഗദ്ഗുരു ആദി ശങ്കരാചാര്യർ ഹൈന്ദവ ഏകീകരണത്തിന് ഏർപ്പെടുത്തിയ പഞ്ചായതന പൂജാക്രമങ്ങളിൽ സൂര്യന് സ്ഥാനം നൽകിയിരുന്നു. ശിവൻ, വിഷ്ണു, അംബിക, ഗണേശൻ, സൂര്യൻ എന്നിവയാണ് ശങ്കരാചാര്യർ തന്റെ പഞ്ചായതന പൂജാക്രമങ്ങളിൽ അംഗീകരിച്ച ദേവതകൾ. ആദിത്യപുരം സൂര്യക്ഷേത്രമുള്ള ഇരവിമംഗലം കരയിൽ സ്ഥിതി ചെയ്യുന്ന കക്കത്തുമല എന്ന സ്ഥലത്തു നിന്നും ലഭിച്ച ദേവീ വിഗ്രഹം ശ്രീകോവിലിനോട് ചേർന്ന് കിഴക്കു ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആദിത്യപുരം സൂര്യക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ പ്രസാദമായി വിതരണം ചെയ്യുന്നത് രക്തചന്ദനമാണ്. ഞായറാഴ്ചയാണ് ആദിത്യപുരം ക്ഷേത്രത്തിലെ സവിശേഷ ദിനം. വൃശ്ചികത്തിലെയും മേടത്തിലെയും അവസാന ഞായറാഴ്ചകൾ കൂടുതൽ പ്രധാനങ്ങളാണ്. സൂര്യൻ ഉച്ചസ്ഥിതിയിൽ നിലകൊള്ളുന്ന മേടമാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് അതിവിശേഷമായിട്ടുള്ളത്. ഈ ദിവസം രക്തചന്ദന കാവടി കൊണ്ട് അഭിഷേകം ഉണ്ടായിരിക്കും. കാവടി അഭിഷേകത്തിന് മരങ്ങാട്ടുമനയിലെ ഒരാളെങ്കിലും കാവടി എടുത്തിരിക്കണമെന്നത് നിർബന്ധമാണ്. കണ്ണുരോഗം, ത്വക്കുരോഗങ്ങൾ എന്നിവ മാറാൻ ആദിത്യ പൂജ നടത്തി രക്തചന്ദന മുട്ടികൾ നടയിൽ വയ്ക്കുക എന്നൊരു പ്രത്യേക ചടങ്ങ് ആദിത്യപുരം ക്ഷേത്രത്തിലുണ്ട്. നേത്രരോഗങ്ങൾ മാറാൻ ക്ഷേത്രത്തിനകത്തെ വിളക്കിൽ നിന്നും മഷിയും നെയ്യും ചേർത്ത് പ്രത്യേക കൂട്ട് ആദിത്യപുരത്തെ സവിശേഷതയാണ്. രക്തചന്ദന പ്രസാദം പുരട്ടുന്നത് വഴി പാണ്ടും വെള്ളയും മാറുമെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. തപോമുദ്രയിൽ ധ്യാനനിലീനനായിരിക്കുന്ന സൂര്യദേവന്റെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ ആദിത്യപുരം സൂര്യക്ഷേത്രം ഏതൊരു വിശ്വാസിക്കും ഹൃദയത്തിൽ ഭക്തിയും ചൈതന്യവും പകരാൻ പര്യാപ്തമാണ്. ഇനി വരുന്ന വസന്തവും വേനലും വർഷവുമെല്ലാം പുണ്യപൂരിതമാണ്. ആരാധനകളും പ്രാർത്ഥനകളും സത്കർമ്മങ്ങളും ഇരട്ടി ഫലം നൽകുന്ന കാലം. ഈ പുണ്യകാലം ഏവരെയും വിജയത്തിലേക്ക് നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.